ഹായ് ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ന്യൂ ഇയർ സ്പെഷ്യലാണ്. ന്യൂ ഇയർ സ്പെഷ്യൽ ഒരു ഫുൾ ഡേ ആയിട്ടുള്ള ഒന്നുമില്ല. നമ്മളിതിപ്പം വൈകിട്ട് 5 മണി തൊട്ടുള്ള ഒരു ചെറിയൊരു എന്താ പറയുക വ്ളോഗെന്നോ ചെറിയൊരു വ്ളോഗാണ്. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഏട്ടൻ ഇപ്പോൾ വരുമ്പോഴത്തേക്കിനും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും, അതായത് നമ്മളിപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് രാത്രിത്തേക്കിന് നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും അതുപോലെ തന്നെ സലാഡും നമ്മുടെ പപ്പടവുമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ഏട്ടൻ ജോലിയും കഴിഞ്ഞ് വരത്തുള്ളൂ. പിന്നെന്താ പ്രത്യേകിച്ച്, ഏട്ടൻ വന്നിട്ടില്ല. ഏട്ടൻ വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു എന്താ പറയുക നമ്മൾ ആ കുക്ക് ചെയ്യുന്നതിനൊക്കെ ഒന്ന് കാണിച്ചു തരാം. പ്രത്യേകിച്ച് വലുതായിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ വീട്ടിൽ കൊല്ലത്ത് പോകാൻ പറ്റുന്നൊരു ചെറിയ വിഷമമൊക്കെ ഉണ്ട് അൻവി മോളുമായിട്ട്. പിന്നെ അതിലുപരി സന്തോഷം എന്ന് പറയുന്നത് അൻവി മോളുടെ ആദ്യത്തെ ന്യൂ ഇയർ സെലിബ്രേഷനാണ്. ആ ഒരു സന്തോഷമുണ്ട്. ഇവിടെ ഇപ്പം ഞങ്ങൾ 3 നാളേ ഉള്ളൂ ന്യൂ ഇയർ ആഘോഷിക്കാനും ഒക്കെ. ഇവിടെയും വേറെ ആരുമില്ല. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും അമ്മയച്ഛനൊറ്റയ്ക്കാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. അപ്പം നമുക്ക് വീട്ടിൽ അപ്പോൾ ഏട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളായിരുന്നു അതൊക്കെ. പപ്പടവും നെയ്യും അതൊക്കെ വേണമായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ച് നമ്മൾ ഉള്ളി, സവോള, അതുപോലെ തന്നെ ചിക്കന് വേണ്ടിയിട്ടുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക ചെയ്തത്. ചിക്കനും അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചു. അതിന് ശേഷം ഇതിപ്പോൾ നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു, ഇരുമ്പ് ചട്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനകത്തേക്ക് കടുകിട്ടു. പിന്നെ അതിന് ശേഷം നമ്മൾ പച്ചമുളക്, സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞങ്ങൾ പിന്നീടായിട്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. അവിടെ അതൊന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുത്തു. ഇത് നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള പൊടികളാണ്. ചിക്കൻ മസാല, മറ്റ് സാധനങ്ങൾ അറിയാമല്ലോ, ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള പൊടികളും കാര്യങ്ങളും. ഇതിപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും കാണിച്ചേക്കെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് ഓർത്തില്ല, ഞാൻ എടുത്തുകൊണ്ട് നമ്മൾ റൈസിനിടാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്. അപ്പോൾ ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മറ്റേ ഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മുടെ സലാഡും അതുപോലെ തന്നെ പപ്പടവും പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഫുഡ് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിരുന്നു. ഞങ്ങൾ 3 നാളല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടും നമ്മൾ കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ടാറ്റാ ബൈ ബൈ.